പ്രിയമുള്ളവരെ, വചനജ്വാല 1757 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് 2026 ജൂൺ 23 ചൊവ്വാഴ്ച എല്ലാവർക്കും ഏറ്റവും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് തിരുഹൃദയ വണക്കമാസം 23 ദിവസത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്നത്തെ വചനവായനയിൽ എസെക്കിയേലിന്റെ പുസ്തകം 36 അധ്യായം 1 മുതൽ 19 വരെയുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. ഇസ്രായേലിന് നവജീവൻ. മനുഷ്യപുത്ര, നീ ഇസ്രായേൽ മലകളോട് പ്രവചിക്കുക. ഇസ്രായേൽ മലകളെ, കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ആഹാ, പുരാതന ശൃംഗങ്ങൾ നമ്മുടെ അവകാശമായി തീർന്നിരിക്കുന്നു എന്ന് നിങ്ങളെപ്പറ്റി ശത്രുക്കൾ പറഞ്ഞു. അതുകൊണ്ട് നീ പ്രവചിക്കുക. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളെ അവർ വിജനമാക്കി, എല്ലാ വശത്തു നിന്നും ഞെരുക്കി. അങ്ങനെ നിങ്ങൾ മറ്റു ജനതകളുടെ കൈവശമായി. അവരുടെ സംസാരത്തിനും നിന്ദയ്ക്കും നിങ്ങൾ പാത്രമായി തീർന്നു. ഇസ്രായേൽ മലകളെ, ദൈവമായ കർത്താവിന്റെ വചനം ശ്രവിക്കുവിൻ. ചുറ്റുമുള്ള ജനതകൾക്ക് പരിഹാസ വിഷയവും ഇരയുമായി തീർന്ന മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും തകർന്ന പ്രദേശങ്ങളോടും നിർജ്ജന നഗരങ്ങളോടും ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കൈവശപ്പെടുത്തി കൊള്ള ചെയ്യേണ്ടതിന് തികഞ്ഞ അവജ്ഞയോടും നിറഞ്ഞ ആനന്ദത്തോടും കൂടെ എന്റെ ദേശം സ്വന്തമാക്കിയ ഏദോമിനും മറ്റുള്ള ജനതകൾക്കുമെതിരായി ജ്വലിക്കുന്ന അസൂയയോടെ ഞാൻ പറയുന്നു, ഇസ്രായേൽ ദേശത്തെ പറ്റി പ്രവചിക്കുക. മലകളോടും കുന്നുകളോടും മലയിടുക്കുകളോടും താഴ്വരകളോടും പറയുക, ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, ജനതകളുടെ നിന്ദനം നിങ്ങൾ സഹിച്ചതുകൊണ്ട് ഇതാ ഞാൻ ക്രോധത്തോടും അസൂയയോടും കൂടെ പറയുന്നു. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നിങ്ങളുടെ ചുറ്റുമുള്ള ജനതകൾ തന്നെ നിന്ദനം ഏൽക്കുമെന്ന് ഞാൻ ശപഥം ചെയ്യുന്നു. ഇസ്രായേൽ മലകളെ, നിങ്ങൾ ശാഖകൾ കിളിർപ്പിച്ച് എന്റെ ജനമായ ഇസ്രായേലിന് വേണ്ടി ഫലം പുറപ്പെടുവിക്കുവിൻ. അവരുടെ പ്രത്യാഗമനം അടുത്തിരിക്കുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. ഞാൻ നിങ്ങളിലേക്ക് തിരിയും. നിങ്ങളിൽ ഉഴവും വിതയും ഉണ്ടാകും. നിങ്ങളിൽ വസിക്കുന്ന ജനത്തെ, ഇസ്രായേൽ ഭവനം മുഴുവനെയും തന്നെ ഞാൻ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ ജനവാസം ഉണ്ടാവുകയും നശിച്ചു പോയ സ്ഥലങ്ങൾ പുനരുദ്ധരിക്കപ്പെടുകയും ചെയ്യും. മനുഷ്യരെയും മൃഗങ്ങളെയും ഞാൻ നിങ്ങളിൽ വർദ്ധിപ്പിക്കും. അവർ സന്താന പുഷ്ടിയുള്ളവരായി പെരുകും. പൂർവകാലങ്ങളിൽ എന്ന പോലെ നിങ്ങളിൽ ആളുകൾ വസിക്കുന്നതിന് ഞാൻ ഇടയാക്കും. മുൻകാലങ്ങളിലേക്കാൾ കൂടുതൽ നന്മ ഞാൻ നിങ്ങൾക്ക് വരുത്തും. ഞാനാണ് കർത്താവ് എന്ന് അപ്പോൾ നിങ്ങൾ അറിയും. ഞാൻ നിന്നിൽ മനുഷ്യർ എന്റെ ജനമായ ഇസ്രായേൽ തന്നെ നടക്കുന്നതിന് ഇടയാക്കും. അവർ നിന്നെ കൈവശപ്പെടുത്തുകയും നീ അവർക്ക് അവകാശമാവുകയും ചെയ്യും. മേലിൽ നീ അവരെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയില്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്യുന്നു എന്ന് ആളുകൾ നിന്നെപ്പറ്റി പറയുന്നു. അതുകൊണ്ട് ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, നീ മനുഷ്യരെ വിഴുങ്ങുകയും നിന്റെ ജനത്തെ സന്താന ദുഃഖത്തിൽ ആഴ്ത്തുകയും ചെയ്യുകയില്ല. ജനതകളുടെ നിന്ദനം കേൾക്കുന്നതിന് നിനക്ക് ഞാൻ ഇടവരുത്തുകയില്ല. ഇനി ഒരിക്കലും
നീ ജനതകളുടെ പരിഹാസം ഏൽക്കുകയോ നിന്റെ ജനത്തിന്റെ വീഴ്ചയ്ക്ക് കാരണമാവുകയോ ഇല്ല. ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു. കർത്താവ് എന്നോട് അരുളി ചെയ്തു, മനുഷ്യപുത്ര, ഇസ്രായേൽ ഭവനം സ്വദേശത്ത് വസിച്ചിരുന്നപ്പോൾ അവർ തങ്ങളുടെ ജീവിത രീതിയാലും പ്രവർത്തികളാലും അതിനെ അശുദ്ധമാക്കി. എന്റെ മുൻപിൽ അവരുടെ പെരുമാറ്റം സ്ത്രീയുടെ ആർത്തവ മാലിന്യം പോലെയായിരുന്നു. അവർ സ്വദേശത്ത് ചിന്തിയ രക്തവും നാടിനെ അശുദ്ധമാക്കാൻ ഉപയോഗിച്ച വിഗ്രഹങ്ങളും മൂലം ഞാൻ എൻ്റെ ക്രോധം അവരുടെ മേൽ ചൊരിഞ്ഞു. ജനതകളുടെ ഇടയിൽ ഞാൻ അവരെ ചിതറിച്ചു. അവർ പല രാജ്യങ്ങളിലായി ചിതറിപ്പാർത്തു. അവരുടെ പെരുമാറ്റത്തിനും ചെയ്തികൾക്കും അനുസൃതമായി ഞാൻ അവരെ വിധിച്ചു. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്. പ്രിയമുള്ളവരെ, ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ ജോസഫ് കഫാസായെ അനുസ്മരിക്കുന്ന പൻസുദിനം. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ ആത്മീയ പിതാവാണ് വിശുദ്ധ ജോസഫ് കഫാസോ. ഇറ്റലിയിൽ ജനനം. ചെറുപ്പത്തിൽ തന്നെ കൊച്ചു വിശുദ്ധൻ എന്നാണ് അദ്ദേഹത്തെ ജനങ്ങൾ വിളിച്ചിരുന്നത്. ദരിദ്ര കുടുംബമായിരുന്നെങ്കിലും ദൈവഭക്തിയും സാമർത്ഥ്യവും ഇന്ന് കൊണ്ട് 22-ാം വയസ്സിൽ വൈദികനായി. ടൂറിൻ സെമിനാരിയിൽ റക്ടർ വരെ എത്തി. ഇറ്റലിയിലെ വൈദികരുടെ പവിഴം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. അക്ഷീണ പരിശ്രമവും ക്ഷമ, കാരുണ്യം, പ്രാർത്ഥന, തൃഷ്ണ നമുക്ക് മാതൃകയാക്കാം. 49-ാം വയസ്സിൽ ദിവംഗതനായ വിശുദ്ധ ജോസഫ് കഫാസായുടെ മാധ്യസ്ഥം യാചിച്ച് ഇന്നത്തെ ഈ നല്ല ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവർക്കും നല്ല ഒരു ചൊവ്വാഴ്ച ദിവസം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.